ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ലക്ഷ്യം വളരെയേറെ തെറ്റിയിരിക്കുന്നു. എങ്ങനെങ്കിലും പണമുണ്ടാക്കണം, സുഖമായി കഴിയണം എന്ന് മാത്രം ചിന്തിക്കുന്നതിനാൽ വിലപ്പെട്ടതെല്ലാം കളഞ്ഞുകുളിച്ചു. ബന്ധങ്ങൾ തകർന്നു. തലമുറ ലക്ഷ്യബോധമില്ലാത്തവരായി. കുടുംബങ്ങളിൽ അസ്വസ്ഥത, ജോലി രംഗങ്ങളിൽ സ്വാർത്ഥതയെല്ലാം നാം കാണുന്നു. ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നതോ യാന്ത്രികമായ ഒരു സമൂഹത്തിൽ. യാന്ത്രികം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ജീവനില്ലാത്തത് എന്നും കൂടിയാണ്. യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നതിനാൽ കുഞ്ഞുങ്ങൾ സകലത്തെയും ചോദ്യം ചെയ്യുന്നു. ജീവിതം ഈ ഭൂമിയിൽ ക്ഷണികമാണെന്നും ഇവിടേക്കൊന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകുകയില്ല എന്ന യാഥാർത്ഥ്യങ്ങളെ മറന്ന് നശിച്ചു പോകുന്നതിന് വേണ്ടി മാത്രം ഒരു ആയുസ് കളയുന്നത് എത്ര മഠയത്തരം. ഊണിലും ഉറക്കത്തിലും ഒരേ ഒരു ചിന്ത, സ്വത്തുണ്ടാക്കണം. നാട്ടിൽ 4 തലമുറയ്ക്ക് കഴിയുവാനുള്ളതുണ്ടെങ്കിലും കുടുംബത്തെ ഇവിടെ വിട്ടിട്ട് വിദേശത്ത് പണം തേടി ഓടുന്നു. പ്രസവിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ആരെയോ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോയി. പിന്നെ വരുന്നത് വർഷം 3 കഴിഞ്ഞ്. ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് എന്നത് ചിന്തിക്കുന്നുണ്ടോ? നിത്യമായ മൂല്യമുള്ളവയെ കളഞ്ഞ് താൽക്കാലികമായതിൻ്റെ പിൻപേ പോയെന്നാൽ എങ്ങനെ ജീവിതം അർത്ഥവത്താകും? പണം വേണോ? തീർച്ചയായും വേണം. സമൂഹത്തിൽ നമുക്ക് പലതും നേടേണ്ടതായിട്ടുണ്ട്, വളരെ അത്യാവശ്യമാണ്. എന്നാൽ വിലപ്പെട്ടതിന് വേണ്ടി നിൽക്കുവാൻ ധൈര്യമുള്ളവനാണ് വാസ്തവത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ മുഖവരയോടെ ഇന്നത്തെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 37-ാം സങ്കീർത്തനമാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 38-ാം സങ്കീർത്തനം മുതൽ നമുക്ക് പഠിക്കുവാനായിട്ട് ആരംഭിക്കാം. ദാവീദിൻ്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ഈ സങ്കീർത്തനം അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങളിൽ ഒന്നാകുന്നു. ഇത് ദാവീദിൻ്റെ പാപം ഏറ്റുപറച്ചിലാണ്. ശാരീരികമായ രോഗത്തെ സംബന്ധിക്കുകയും ചെയ്യുന്നു. ദാവീദ് വലിയ രോഗബാധിതനായിരുന്നു. അവൻ്റെ ശരീരം ക്ഷീണിച്ചു കൊണ്ടിരുന്നു. ദാവീദിന് എന്ത് രോഗമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു രേഖയും ലഭിക്കുന്നില്ല. എന്നാൽ ദൈവം അവനെ സൗഖ്യമാക്കുക കൊണ്ട് ദാവീദ് ദൈവത്തിന് നന്ദി കരേറ്റിയതായി നാം ഇവിടെ കാണുന്നുണ്ട്. 38-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും അരുതേ. വലിയ കഷ്ടതയിലായ ദാവീദ് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 2-ാം വാക്യം, നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ പാപബോധം. 3-ാം വാക്യത്തിൽ, നിൻ്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. അതേ സുഹൃത്തെ, എനിക്കും താങ്കൾക്കും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് പാപത്തിൻ്റെ ഭാരം നമുക്ക് വഹിപ്പാൻ കഴിയുകയില്ല. ആ ഭാരം നാം ദൈവത്തിന് കൊടുക്കേണ്ടതത്രേ. 4 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ദാവീദിൻ്റെ ഭോഷത്വം മൂലമുണ്ടായ അസുഖത്തെ തുടർന്ന് മാനസികമായ തകർച്ചയും വ്യഥയും അവനുണ്ടായി എന്ന് കാണാം. പാപത്തിൻ്റെ ഫലമായ രോഗമാണ് ദാവീദിനുണ്ടായിരുന്നത്. കർത്താവായ യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപരോഗത്തെ തൻ്റെ മേൽ ഏറ്റു. യേശു വിശുദ്ധനും നിർമ്മലനും പാപികളോട് വേർവിട്ടവനും ആയിരുന്നു. യേശുവിന് രോഗമോ പാപമോ ഉണ്ടായിരുന്നില്ല. അവൻ വിശുദ്ധനായിരുന്നു. ക്രിസ്തു ക്രൂശിൽ കിടന്ന ആ ആദ്യത്തെ 3 മണിക്കൂറുകൾ മനുഷ്യൻ ഏറ്റവും മോശമായ രീതിയിൽ അവനോട് ചെയ്തു. എന്നാൽ ദൈവം ആ 3 മണിക്കൂറുകളിൽ ഏറ്റവും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തു. ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ തൻ്റെ ചുമലിൽ ഏറ്റെടുത്തു. ഈ കാര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു ലോകത്തിൻ്റെ പാപമാണ് വഹിച്ചത്. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് പറയുമ്പോൾ പാപരോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 1 പത്രോസ് 2:24 പത്രോസ് ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. നാം പാപസംബന്ധമായി മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്തിൽ നിന്നുള്ള സൗഖ്യമാണ്? രോഗസൗഖ്യമാണോ ഇവിടെ സൂചിപ്പിക്കുന്നത്? അല്ല. നാം പാപരോഗത്തിൽ നിന്ന് സൗഖ്യമുള്ളവരായിരിക്കണമെന്നത്രേ ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു ക്രൂശിന്മേൽ നമ്മുടെ പാപങ്ങൾ ചുമന്നു.
നമ്മുടെ പാപത്തിൻ്റെ പ്രശ്നം യേശു ക്രൂശിന്മേൽ കൈകാര്യം ചെയ്തു. യേശുവിന് രോഗമുള്ള ശരീരമല്ല ഉണ്ടായിരുന്നത്. രോഗം പാപത്തിൻ്റെ ഫലമാണ്. യേശുക്രിസ്തുവിൽ പാപമുണ്ടായിരുന്നില്ല. നമ്മുടെ ശരീരങ്ങളിൽ രോഗവും ദീനവും അനുഭവിക്കുന്നവർക്ക് ഈ സങ്കീർത്തനത്തിൽ ദാവീദിനോടൊപ്പം തങ്ങളെയും ചേർക്കുവാൻ കഴിയും. നമ്മുടെ അവസ്ഥ വലിയ വൈദ്യൻ്റെ അടുത്ത് പോയി ആദ്യമേ തന്നെ പറയുന്നതത്ര ഏറ്റവും കരണീയമായിട്ടുള്ളത്. തുടർന്ന് കിട്ടാവുന്ന നല്ല ചികിത്സ നാം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ഒരു ഡോക്ടർക്കുള്ളതായ ആ ബുദ്ധിയും ജ്ഞാനവും കഴിവുമെല്ലാം അദ്ദേഹം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവമാണ് നൽകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ നന്മയ്ക്കായി ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അറിവും നാം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമത്രേ. ഞാൻ ഇനിയും 17-18 വാക്യങ്ങളാണ് വായിക്കുന്നത്. 38 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യം. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു, എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. ദാവീദ് തൻ്റെ പാപത്തെക്കുറിച്ച് വാസ്തവമായി അനുതപിക്കുന്നു. അതേ സുഹൃത്തെ, നമ്മുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടതകൾ ഇവയെല്ലാം പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാകുന്നു എന്ന് മനസ്സിലാക്കി നാം ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ കടന്നു ചെല്ലേണ്ടത് ആവശ്യമാകും. പാപപ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ സംഗതി. പാപത്തിന് പരിഹാരം കണ്ടെത്തുമ്പോൾ അത് അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാരണമായി തീരുന്നത് അത്രേ. ഇനി നമുക്ക് 39 സങ്കീർത്തനം നോക്കാം. മനുഷ്യജീവിതത്തിൻ്റെ ബലഹീനതയെയും നിസാരതയെയും ഈ 39 സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു. മനുഷ്യ അസ്തിത്വത്തിൻ്റെ ക്ഷണഭംഗുരതയെ ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഈ സങ്കീർത്തനം അധികമായി ശവസംസ്കാര വേളകളിൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനം അത്രേ. അതിന് വളരെ യോജിച്ച പല വാക്യങ്ങളും ഇതിൽ നമുക്ക് കാണാം. അതെ, മനുഷ്യജീവിതം വാസ്തവത്തിൽ ദൈവ സൃഷ്ടിയിലെ ഏറ്റവും വലിയ പരാജയമാണെന്ന് പറയാം. ശ്രദ്ധിക്കണം, കാരണം ദൈവവുമായി ബന്ധമില്ലാത്ത മനുഷ്യജീവിതം അർത്ഥശൂന്യമാണ്. സകലതും മായയാകുന്നു. സൂര്യന് കീഴിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത് അത് മാത്രം. ദൈവപുത്രനെ കൂടാതെ അതിന് യാതൊരു അർത്ഥവുമില്ല. യദൂഥോൻ എന്ന സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന തലക്കെട്ടിൽ അത്ര ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷേ ഈ യദൂഥനായിരിക്കണം ഈ സങ്കീർത്തനത്തിന് ഈണം പകർന്നത്. ഇസ്രായേൽ ജനത്തിന് ആരാധനയിൽ സംഗീതത്തിന് നേതൃത്വം കൊടുത്തിരുന്ന 3 പേരിൽ ഒരാളായിരിക്കാം ഈ യദൂഥൻ. ആസാഫും ഹേമാനുമാണ് മറ്റു 2 പേർ. ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് ഗാനശുശ്രൂഷയിൽ ഈ 3 പേരോട് യോജിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇനിയും ഈ സങ്കീർത്തനത്തിൻ്റെ മനോഹരമായ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 വാക്യം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഈ സങ്കീർത്തനത്തിലെ വിഷയം ലോകമനുഷ്യനുമായി സംസാരിക്കുവാൻ ദാവീദ് ഇഷ്ടപ്പെടുന്നതല്ല. അവൻ അത് മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വായ അടച്ച് സൂക്ഷിക്കുമെന്ന് ദാവീദ് പറയുന്നു. 2 വാക്യത്തിൽ, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു. എന്നാൽ ദാവീദ് ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. അവസാനം അവൻ തൻ്റെ ഹൃദയം ദൈവം മുൻപാകെ തുറക്കുന്നു. 3 വാക്യം. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ച് എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അവൻ ദൈവത്തോട് സംസാരിക്കുന്നതായി കാണുന്നു. 4 വാക്യം. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. മനുഷ്യൻ്റെ ബലഹീനതയെക്കുറിച്ച് ദാവീദിന് നല്ല ബോധമുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താകുന്നു എന്നും ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താകുന്നു എന്നും അവൻ ചോദിക്കുന്നു. ഇന്ന് യുവജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. മനുഷ്യൻ വളരെ സുഖലോലുപത്വത്തിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടുവാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അവൻ കൂടുതൽ പിരിമുറുക്കത്തിലാണ്. ഇല്ലേ? ഇന്നത്തെ യുവതലമുറ ചോദിക്കുന്ന ചോദ്യം ജീവിതം ഇത്ര മാത്രമോ എന്നാണ്. ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് അവർ ചോദിക്കുന്നു. ദാവീദിൻ്റെ ചോദ്യവും അതായിരുന്നു. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ഇന്ന് ജീവിതത്തിന് അർത്ഥമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു. അതേ സുഹൃത്തെ, താങ്കൾ ഒരു വിശ്വാസിയായ മാതാവോ പിതാവോ ആകുന്നു എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിങ്കലേക്ക് നയിക്കത്തക്ക വിധത്തിലാണോ നിങ്ങൾ
നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്? അതോ അവരെ ക്രിസ്തുവിങ്കിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകറ്റിക്കളയത്തക്ക നിലയിലാണോ നിങ്ങളുടെ ജീവിതം? വീട്ടിലെപ്പോഴും സംസാരിക്കുന്ന വിഷയം എന്താണ്? ശരിയായ മാതൃക ഭവനത്തിൽ കാണുവാൻ കഴിയാത്തത് കൊണ്ട് അനേകം കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവരിൽ ഭൂരിഭാഗവും. നല്ലത് എന്ന് ഞാൻ പറയുമ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ. എന്നാൽ തങ്ങളുടെ മാതാപിതാക്കന്മാരെ നോക്കിയിട്ട് ജീവിതത്തിന് ഒരു അർത്ഥമോ ലക്ഷ്യബോധമോ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നവർ പറയും. ഈ സങ്കീർത്തനം ഇന്നത്തെ തലമുറയ്ക്ക് യോജിച്ച സങ്കീർത്തനമാണ്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ എന്ന്. അതായത് ജീവിതത്തിൻ്റെ ഉദ്ദേശവും അർത്ഥവും എന്താകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്നാണ് ദാവീദ് പറഞ്ഞത്.